എന്തായാലും നോക്കുന്നത് വാ എത്ര മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചാകരയാണ് മീൻ. ഇത് നോക്കിക്കണ്ടേ ആഫ്രിക്കൻ വരാല എന്നാ കളറെന്ന് നോക്കി നല്ല രസം കാണാനായിട്ട് വരുന്നത്. ആ ഇപ്പം അടിച്ച് കേട്ടാ. ഓയ്യോ ഹെവി സാധനമല്ല എൻ്റെ മോനെ ചേർമീനാ. ചെറിയ വരാലാതെ കാരണം നമ്മളതിനെ വിടുവാണ്. ഓക്കെ പോകുമെന്നുള്ളത് അറിയില്ല. ആടാ അവിടെ നിന്ന് ഇങ്ങോട്ട് ലിഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിൽ അടിച്ച് ആദ്യത്തെ മീൻ തന്നെ അടിച്ചിട്ടുണ്ട്. പോക്കോ ഇപ്പോൾ രണ്ടാമത്തെ വരാലിനെ നമ്മൾ റിമൂവ് ചെയ്തേ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാസ്റ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നുണ്ടാവും. കുറേ അധികം നാളായിട്ട് നമ്മൾ കാസ്റ്റിങ്ങിന് ഇറങ്ങാറില്ല. കാരണം മീൻ വളരെ ശോകമാണ്. അതേപോലെ തന്നെ നമ്മൾ കാസ്റ്റിങ്ങിന് പോകുന്നുണ്ട്, പക്ഷേ മിക്ക സ്ഥലത്തും ചെന്നിട്ട് നമുക്ക് മീൻ അടിക്കുന്നില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫിഷിങ് ചെയ്തായിരുന്നു, പക്ഷേ അന്ന് നമുക്ക് ഷൂട്ടിങ് കാര്യം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് കുറച്ചധികം മീൻ നമുക്ക് മിസ്സാകുകയും ചെയ്തു കേട്ടോ. കാരണം കയ്യിലിരുന്ന് വെച്ചാൽ നേരത്തെ ഇരുന്ന് വെച്ചാൽ പഴയ സ്റ്റോക്ക് ഫ്ലോഗൊക്കെ വെച്ചിട്ടായിരുന്നു കാസ്റ്റ് ചെയ്തത്. അപ്പോൾ അന്ന് നമ്മുടെ ക്യാമറമാർ കൂട്ടത്തിലില്ലാത്തത് കൊണ്ട് തന്നെ അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നല്ല രീതിയിൽ വരാലും ചേർമീനും നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രഡക്ഷൻ പറയുമ്പോൾ നാളെ ആ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചായിരുന്നു ആ മീൻ പിടിക്കുന്നത്. അപ്പോൾ ഇന്നത് കാസ്റ്റിംഗ് ഇറങ്ങിയേക്കുന്ന ഒരു പുതിയ ഫ്രോഗ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ബ്രാൻഡഡ് ഫ്രോഗ് തന്നെയാണ്, പക്ഷേ ഇത് പലരും വീഡിയോ ഒക്കെ ചെയ്ത ഫ്രോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതല്ല, ഇന്ന് ഫിഷിങ്ങിന് വേണ്ടി കടയിൽ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല ഫ്രോഗ് വേണമെന്ന് തോന്നിയതുകൊണ്ട് ആ ഒരു ഫ്രോഗ് ഞാൻ എടുത്തിട്ടുണ്ട്. ബ്രാവോൻ്റെ ലൂണ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രോഗാണ് വരുന്നത്. വേണ്ട ഇത് 4 സെൻറ്റിമീറ്റർ നീളം, ഏകദേശം ഒരു 6-7 ഗ്രാം സൈസൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ വില എൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 410 രൂപേൻ്റെ റേറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഫ്രോഗ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇത് വെച്ച് തന്നെ ആയിരിക്കും മീൻ പിടിക്കാൻ വേണ്ട. വേറെ ഫ്രോഗ് നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഇച്ചിരി ഹുക്കപ്പ് റേഷ്യോ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ കാസ്റ്റ് ചെയ്ത് ഉടക്കി വലിച്ചൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഈ ഹുക്കിൻ്റെ മുന പോയി കഴിയുമ്പോഴാണ്, ഷാർപ്പിങ് പോയി കഴിയുമ്പോഴാണ് ചേർമീനൊക്കെ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഹുക്കപ്പ് കൊടുക്കുമ്പോൾ ഹുക്കപ്പ് ആനത്ത് താമസം വരുന്നത്. പുത്തൻ ഫ്രോഗാകുമ്പോൾ നമ്മൾ ഇടുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും കുറച്ച് ദിവസത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ലോണം മീൻ കേച്ചാവും. അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഫ്രോഗ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു കളറാണ് ഫ്രോഗിൻ്റെ. ഈ കളറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട ഒരു ചെറുതെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലിയൊരു സ്പിന്നറും ഒരു സ്പ്ലിറ്റ് റിങ്ങും ഒരു സിവിലും കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമുക്ക് വരുന്ന സംഭവം. ഹുക്കപ്പ് എന്നൊക്കെ നല്ല അത്യാവശ്യം നല്ല ഹുക്കും കിട്ടുന്ന കേട്ടോ. ഇപ്പോൾ ഇന്ന് നമുക്ക് വരാലിനെ പിടിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. ചിലവർ യൂട്യൂബിലൊക്കെ ചെയ്താക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ടുള്ള ഫ്രോഗാണ്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്ത് എൻ്റെ ഗ്രൂപ്പിലുള്ളവർ പിന്നെ പറഞ്ഞായിരുന്നു ഇവിടെ നല്ല ഫ്രോഗാണ്, അത്യാവശ്യം വരാലൊക്കെ അടിക്കാനായിട്ട് കുഴപ്പമില്ല, ചേർമീൻ കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഇന്നലെ കുഞ്ഞുവിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചായിരുന്നു കേട്ടോ. ജസ്റ്റ് വെള്ളത്തിനൊന്ന് ഞാൻ കാസ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നേക്കണം. അപ്പോൾ ഇന്നലെ വാങ്ങിക്കാൻ പോകുമ്പോൾ കുഞ്ഞൂസ് ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അപ്പോൾ കുഞ്ഞു പറഞ്ഞ് അവനൊരു വരാലിനെ പിടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു പാടത്തുകൊണ്ട് 2-3 എറിയിച്ച് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊക്കെ ഇച്ചിരി മുക്കി കളിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ചെറുതായിട്ടൊക്കെ അഴുക്ക് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവനെ ഇട്ടിട്ടാണ് ഇന്ന് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മീനെന്തെങ്കിലും അടിക്കുമെന്നുള്ളത് നോക്കാം. എന്തായാലും നമ്മളിനി ക്യാമറ നേരെ ഹെഡ് മൗണ്ടിലായിരിക്കും വെക്കുന്നത്. ഇന്ന് ഒറ്റക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ വീഡിയോ എടുക്കാറില്ല. കാരണം ഹെഡ് മൗണ്ട് വെച്ച് തന്നെ ആയിരിക്കും ഷൂട്ട്. അപ്പോൾ എന്തായാലും മച്ചാൻ വരെ നമുക്ക് നേരെ വീഡിയോയിലെത്താം. അപ്പോൾ അതേ ഈ സംഭവം ഞാൻ നേരെ ഇവിടെ നിന്ന് കെട്ടിയിട്ടേക്കാണ് കേട്ടോ. വേറെ ഇതിൽ നമ്മൾ ലീഡറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാസ്റ്റ് ചെയ്ത് റിഡ്രൈവ് ചെയ്യുമ്പോൾ ഫ്രോഗ് വെള്ളത്തിലും കറക്റ്റ് ഇങ്ങനെ നൂലിങ്ങനെ വലിഞ്ഞ് നിൽക്കും. കുറച്ച് വെള്ളത്തിൽ മുട്ടുമായിരിക്കും കേട്ടോ. ഇത് കാസ്റ്റിംഗ് ലോങ്ങൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബൈക്ക് കാസ്റ്റിലറിന് അത്യാവശ്യം ലോങ്ങ് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് കാസ്റ്റിംഗ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് മീനടിക്കാൻ വലിയ ചാൻസ് കൂടുതലാണ്. ഞാൻ ആദ്യം അങ്ങോട്ട് ചെല്ലണേക്കുമ്പോൾ ഈ സൈഡിലൊന്നും അടിച്ചോട്ടെ കേട്ടോ. കാരണം ഈ അരികിലൊക്കെ മീൻ വന്ന് നിൽക്കാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. കാരണം നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ മീൻ ഓടി മാറാൻ ചാൻസ് ഉണ്ട് അരികിലൊക്കെ നിൽക്കുന്ന മീൻ. ഇപ്പുറത്ത് കൂടെ ഒരു കാസ്റ്റിംഗ് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടില്ല, ഇനി നമുക്ക് അരികിലേക്ക് മാറാൻ പോയി ഞങ്ങൾക്ക് ലോങ് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അവിടെയൊക്കെ കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി അടിപൊളി. ഇവിടെ കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇട്ട് വലിക്കാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ഇട്ട് വലിച്ച് നോക്കാം.
അടിച്ച്. ആദ്യത്തെ മീൻ തന്നെ അടിച്ചിട്ടുണ്ട്. നമ്മുടെ അരികിന്ന് ഓടി ഒന്ന് അടിച്ചാൽ കേട്ടോ ഒരുത്തൻ. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ നമ്മുടെ ലൂണ ഫ്രോഗിൽ ആദ്യത്തെ മീൻ ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ ഇട്ട് വലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഇതേ പായലിനകത്തുനിന്ന് അടിച്ച് നല്ല അടിപൊളി ഒരു കെട്ട് കേട്ടാ. ആഹാ വട 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 വട. ആ ലൂണ ഫ്രോഗിന് അങ്ങനെ അതെ അടിപൊളിയായിട്ട് വിഴുങ്ങി ഉള്ളിൽ വെച്ചിരിക്കണം കേട്ടാ. എൻ്റെ മോനെ എൻ്റെ ശരിക്കും ഇത് കണ്ടോ, ഇത്രയും ചെറിയ വരാലാണ്. എന്നിട്ട് എൻ്റെ വായിലൊക്കെ എന്താണ് ഒരു വട്ടം 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 കുരു പോലത്തെ ഒരു സംഭവം കാണുന്നത് കേട്ടോ. എന്താണെന്നറിയില്ല. ഈ ചെകളിയുടെ അകത്തോടെ നോക്കിയാൽ ചിലപ്പോൾ ജസ്റ്റ് കാണാൻ പറ്റുമായിരിക്കും. ഇത് കണ്ടേ, ഈ ചെകളിയുടെ അകത്തുള്ളത് ഇത് കണ്ടത്. ഈ ചെകളിയുടെ അകത്തുള്ളൊരു സംഭവമാണത്. എൻ്റെ വായി കൂടെ നോക്കാൻ കാണാം. ഈ മുള്ള അരമ്പ് പോലത്തെ ഒരു സംഭവം അതായിരുന്നു കേട്ടോ ഞാൻ കണ്ടത്. അപ്പോൾ എന്തായാലും അതെ ഫ്രോഗ് ഞാൻ നൂരി കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് തടഞ്ഞിരിക്കണല്ലായിരുന്നു. പക്ഷേ അവൻ അത്രയും പൊക്കി എടുത്തിട്ട് പോലും പോയില്ല. കണ്ട നമ്മുടെ ഫ്രോഗിൻ്റെ ഹുക്ക് തിരിഞ്ഞിട്ട് പോലും ഇല്ല. ജസ്റ്റ് പ്രസ് ആയിരിക്കുമായിരുന്നു വായിനകത്ത്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലൂണ ഫ്രോഗിൽ ഫസ്റ്റ് വരാൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഏകദേശം ഒരു 250 ഗ്രാം സൈസൊക്കെ വരുന്ന അത്യാവശ്യം നല്ലത് അടിപൊളി നല്ല. ഇതൊക്കെയാണ് നമ്മൾ ഈ ഓപ്പറേഷനും സർജറിയൊക്കെ വരുമ്പോൾ ഫ്രഷായിട്ട് കറി വെച്ച് കഴിക്കേണ്ട അല്ലെങ്കിൽ വറുത്ത് കഴിക്കേണ്ട മീൻ. കറക്റ്റ് ഇങ്ങനത്തെ നല്ല യെല്ലോ ഷെയ്ഡ് ഡാർക്കായിട്ടിരിക്കണം. ഇതേ സൈസൊക്കെ ആയിരിക്കണം. അധികം വലുത് വരാത്ത ഈ സൈസൊക്കെ ആയിരിക്കും നമുക്ക് ശരിക്കും ആരോഗ്യത്തിന് നല്ലത്. ആ സമയത്ത് ഈ മുറിവ് ഉണങ്ങാൻ വേണ്ടി കഴിക്കാനായിട്ടൊക്കെ കേട്ടോ. അടിപൊളി മീനപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്നേക്ക് ഹെഡാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ട് ഫസ്റ്റ് മീൻ. ഓക്കെ, അപ്പോൾ അവനോട് കിടക്കട്ടെ. നമുക്ക് ഒന്നുകൂടെ ഫസ്റ്റ് കാസ്റ്റിങ്ങിൽ അപ്പം തന്നെ അടിച്ചല്ലേ അതിൻ്റെ ഇപ്പുറത്ത് തന്നെയുള്ള ഒരു സൈഡാണ് കേട്ടോ. അപ്പുറത്ത് നമുക്ക് മീൻ ആദ്യം അടിച്ചത്. ഈ ഒരു സൈഡിൽ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. അടിച്ചടാ ഒരെണ്ണടിച്ച് മിസ്സായോന്നറിയില്ല. ഇല്ല മിസ്സായിട്ടില്ല. എൻ്റെ മോനതെ നമ്മുടെ ലൂണ ഫ്രോഗിലെ രണ്ടാമത്തെ സ്നേക്ക് ഹെഡ് കണ്ട അടിപൊളി. വലിയ ഹെവി സൈസൊന്നും അല്ല കേട്ടോ. ഒരു 100 ഗ്രാമൊക്കെ വരുന്ന സൈസ് ഒരു വരാലെ. അതെ നമുക്ക് ഇവനെ ഒന്ന് ഇതിലേക്ക് ഇടാം. അതെ നമ്മുടെ ലൂണ ഫ്രോഗ് അവൻ്റെ വിഴുങ്ങി ഉള്ളിൽ വരെ പോയി. കണ്ടാ നമുക്ക് 100 ഗ്രാം അതിലും ചെറുത് വരെയൊക്കെ അടിക്കോട്ടെ ഇതിനകത്ത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഫ്രോഗ് ആയത് കാരണം എത്ര ചെറിയ വരാലിനെ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. മച്ചാമാരെ ഊരാച്ചിരി പണിയായിരിക്കും. ഹുക്ക് തിരിഞ്ഞ് കിടക്കണ കാരണം ഊരാച്ചിരി പണിയുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ. കാരണം പിന്നെ നൂരി എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതെ മച്ചാമാരതെ വരാലിനെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രോഗിൻ്റെ സൈഡിൽ കൂടി ഞാൻ എടുത്ത കേട്ടോ. അത് കാരണം കുഴപ്പമില്ല. ഏകദേശം ഒരു 100 ഗ്രാം കേട്ടോ. വലിയ ഹെവി സൈസൊന്നും അല്ല. സ്ട്രൈക്കിങ് കാര്യങ്ങൾ പെട്ടെന്നായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അരികിലെത്തിക്കഴിഞ്ഞപ്പോൾ മീൻ അടിക്കില്ലെന്ന് വിചാരിച്ച സമയത്താണ് മീൻ കയറി അടിക്കുകയും ചെയ്തത്. അപ്പോൾ അതെ ഇവനെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ 2 മീനായിട്ടുണ്ട് നമുക്കിപ്പോൾ. 2 എണ്ണം പെട്ടെന്ന് തന്നെ ആയിരുന്നു കേട്ടോ 2ഉം കിട്ടിയത് നമുക്ക്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെയൊക്കെ തന്നെ ഈ ഒരു സൈഡൊക്കെ വേണമെങ്കിൽ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വല്ലവന്മാരും കയറി നിൽപ്പുണ്ടെങ്കിൽ ചാടിക്കയറി അവൻ അടിച്ചോളൂ. അറ്റാക്ക് കണ്ട ഞാൻ പറഞ്ഞേളൂ, അതിനകത്തുണ്ടാവുമെന്ന് പറഞ്ഞോളൂ. അറ്റാക്ക് ജസ്റ്റ് ഓയ്യോ കേട്ടാ. പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരാലുണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമായിരുന്നു. ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ. ചിലപ്പോൾ പുല്ലിനകത്തൊക്കെ കയറുന്ന നമ്മൾ കാണില്ല. അവന്മാർ ചാടിക്കറി അറ്റാക്കൊന്ന് പറഞ്ഞില്ല. അധിക്കുമ്പോൾ ഒരുത്തനടിച്ചിട്ടുണ്ട്. വലിയ സൈസ് നല്ലൊരു 150 ഗ്രാം നേരത്തെ കിട്ടുന്നതിലും നമുക്ക് രണ്ടാമത് കിട്ടുന്നതിലും കുറച്ചുകൂടെ വലുത് കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു സൈസ് വരാൽ. എന്തായാലും നമ്മുടെ പുതിയ ഫ്രോഗ് അല്ലെങ്കിൽ കലക്കം ഫ്രോഗ് കേട്ടോ. ഇത് ഹുക്ക് തിരിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. ഇത് ഊരാൻ ബുദ്ധിമുട്ട് എടുക്കുമോയെന്നറിയില്ല. വേണ്ട, ഇത് ഹുക്ക് കറക്റ്റായിട്ട് തിരിഞ്ഞ് വീണിട്ടുണ്ട്. ഇത് ഒരു 150 ഗ്രാം സൈസ് വരുന്ന അടിപൊളി വരാലാണ് കേട്ടോ. കുഴപ്പമില്ല. എന്തോ ചെറിയൊരു പരിക്കിൻ്റെ പാടൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ഒരു ചെറിയൊരു പാട് കാണുന്നുണ്ട്. തല്ലി പിടിച്ചതായിരിക്കും. അപ്പോൾ വലിയ കൊമ്പന്മാരൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അതേപോലെ വലിയ വരാലുമാരുമായിട്ട് തല്ലി പിടിച്ച വരാലുകളായിട്ട് തല്ലി പിടിച്ചതിൻ്റെ ഒരു ഫീലാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ 3ാമത്തെ വരാലുമായി ഇന്നത്ത്. ഓക്കെ, നമ്മുടെ ഫ്രോഗൊന്ന് കറക്റ്റ് ചെയ്തിട്ടേക്കട്ടെ കേട്ടോ. ഇത് കണ്ട ഫ്രോഗിനത് കറക്റ്റ് ചെയ്തിട്ട് നല്ല പിളപിള സോഫ്റ്റാണ്. നല്ലൊരു അടിപൊളി കളർ സ്റ്റിക്കറൊക്കെ ഉണ്ട് കണ്ട. എന്തായാലും കൊള്ളാം. റിസൾട്ട് എന്തായാലും അടിപൊളിയായിട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇവിടെ ഒരു സ്ട്രൈക്കിംഗ് സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. എവിടെയാണെന്നുള്ള പിടുത്തം കിട്ടിയില്ല. നമുക്ക് ഇവിടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി വരാലടിക്കാൻ ചാൻസ് ഉണ്ട്. അടിച്ച് അടുത്തവൻ അടിച്ചല്ല. അത്
ഇത് ചെറുതാണ് കേട്ടോ. ആഹാ അടിപൊളി. ഇത് കണ്ട ഇത്രയും കുഞ്ഞം വരാൽ വരെ നമുക്ക് അടിച്ച് ഏകദേശം 100 ഗ്രാമിൽ താഴെ ഉള്ളൂ കേട്ടോ. വലിയ സൈസൊന്നും അല്ല. ഇത് കണ്ട 100 ഗ്രാമിൽ താഴെ ഉള്ളത്. അത് ഹുക്കപ്പ് നോക്കിക്കണ്ടതല്ല, അടിപൊളിയായിട്ട് 2 ഹുക്ക് എന്തെങ്കിലും കറക്റ്റ് കയറി ഇപ്പുറത്തൂടെ പാസ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ട ഇവിടെ നമ്മൾ ഊരിയെടുക്കാം കേട്ടോ. നമുക്കിത് ഇത് കണ്ട കുഞ്ഞം വരാലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവന് നമുക്ക് റിമൂവ് ചെയ്തേക്കാം കേട്ടോ. വേണമെങ്കിൽ വേണ്ട, ഇവന് നമുക്ക് വിട്ട് കൊടുത്തേക്കാം. ഇത്രയും ചെറിയ വരാലൊക്കെ നമ്മൾ എടുക്കണ്ട. ഓക്കെ, ചെറിയ വരാലാതെ കാരണം നമ്മൾ ഇതിനെ വിടുവാണ്. ഓക്കെ ബൈ ബൈ. പോയി വലുതായി കിട്ടും വാടാ. കുഞ്ഞൂസ് കണ്ടു കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയുന്നു ചെല്ലാം. പക്ഷേ എന്തെങ്കിലും കുഞ്ഞു വരാലിനെ വിട്ടത്. കുഞ്ഞു വരാലിനെ എനിക്ക് കളിക്കാൻ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയാം ആൾ. നാളെ പഠിക്കാൻ പോയേക്കണോണ്ട് രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതിനെ കളയാൻ സമ്മതിക്കില്ലായിരുന്നു. കുഴപ്പമില്ല. ഇവിടെയൊക്കെ വരുമ്പോൾ ഭയങ്കര റിസ്ക്കബിളാണ്. കാരണം ഇതിലൂടെയൊക്കെ പോകുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ഇത് കണ്ട ഈ ഒരു സ്പോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴി കണ്ടില്ല, കാട്ട് പിടിച്ച് വെറുതെ ഇതേപോലെ നിറഞ്ഞ് കിടക്കണം. ഇങ്ങനെയുള്ള സ്പോട്ടിലൊക്കെ പോകുമ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് നനക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ. അയ്യോ, പണ്ട് വന്ന വഴിയാണ്, ഇപ്പം കാട് പിടിച്ചു കേട്ടോ ഇച്ചിരി. അയ്യോ രക്ഷപ്പെട്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കണ്ടമാണ് നമുക്ക് ഉള്ളത് ഇവിടെ. ഇതിനകത്തുനിന്ന് മിക്കവാറും ഒരെണ്ണം അടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആദ്യം ഈ കണ്ടത്തിൽ തന്നെ നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഈ കൊമ്പ് നിൽക്കണ താഴെ കൂടെ കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്തുനിന്ന് മിക്കവാറും ഒരു വലുത് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നല്ല വലിയ വരാൽ കാണാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. അടിച്ചടിച്ച് ആദ്യത്തെ തന്നെ അടിച്ചിട്ടുണ്ട്. എൻ്റെ പിന്നെ വലുതെന്ന് പറഞ്ഞപ്പോൾ ചെറുതിനെ കിട്ടിയേക്കണം. ഇതിനൊക്കെ എടുത്തേക്കാം. ചെറുതാണ് എന്നാലും കുഴപ്പമില്ല. ഉക്കപ്പ വേണ്ട കേട്ടോ, ഇതിന് തീരെ ചെറുതാണ്. ഇവനെ നമുക്ക് വിട്ടേക്കാം. പോക്കോ. ഇപ്പോൾ രണ്ടാമത്തെ വരാലിനെ നമ്മൾ റിമൂവ് ചെയ്തേ. കാരണം അത് തീരെ ചെറുതാണ്. ഞാൻ അത്രയും ചെറുതാണെന്ന് വിചാരിച്ചില്ല കേട്ടോ. ദൂരത്ത് നിന്ന് അടിച്ചപ്പോൾ അത്രയും ചെറുതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ അരികത്ത് വന്നപ്പോൾ തീരെ ചെറുതാണ്. അപ്പോൾ അവൻ നമ്മൾ വിട്ട്. തവള മാക്കറിയായിരുന്നു കേട്ടോ, മാക്കാൻ തവള. ഓക്കെ പോട്ടെ. ഇതുണ്ട് ഈ ഭാഗത്ത് എന്തോ ഒന്നെങ്കിൽ വല്ല പൊന്മാൻ തീറ്റി പിടിക്കാനായിട്ട് ചാടിയതായിരിക്കാം, ഇല്ലെങ്കിൽ വരാൽ സ്ട്രൈക്ക് ചെയ്തതായിരിക്കാം. നല്ലോണം വെള്ളം മാറിക്കിടപ്പുണ്ട്, പായൽ മാറിക്കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കൊള്ളിച്ച് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉയ്യോടാ, മിസ്സായിപ്പോയി. അടിച്ച ഫ്രോഗിനെ കിട്ടിയില്ല. അവിടെ കിട്ടുന്നുണ്ട്, ഞാൻ എടുക്കട്ടെ. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് ആ സ്ട്രൈക്ക് ചെയ്ത സാധനത്തിന് അടിച്ച് കയറ്റണം. ചിലപ്പോൾ ഇനി അടിക്കുമെന്നറിയില്ല. അത് ഹുക്കൊന്നും മുട്ടിട്ടൊന്നുമില്ല എൻ്റെ ചുണ്ടത്തും കാര്യങ്ങളും, അതുകൊണ്ട് ചിലപ്പോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം അടിച്ച് കേട്ടാ. അയ്യോ ഹെവി സാധനമല്ല. എൻ്റെ മോനെ ചേർമീനാ. എൻ്റെ ചേർമീനായിരുന്നടാ, വിട്ടുപോയി. എൻ്റെ മച്ചാമാരെ ചേർമീനായിരുന്നു കേട്ടോ അത്. ചേടാ പോയി വരും. നമുക്ക് വേറെ കാസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രോഗ് ഇത് കണ്ട അങ്ങനെ തന്നെ ഇരിക്കണം. ഹുക്ക് മറിഞ്ഞിട്ട് പോലും ഇല്ല. ചുണ്ടിൻ്റെ പറ്റരില്ല കണ്ടാണ് കയറിയത് ചേട്ടാ. അവൻ്റെ മിസ്സായിപ്പോയി. കുഴപ്പമില്ല. വലിയ നീരെടുത്തിട്ട് പോയതാണ്. കണ്ട ചേർമീനായിരുന്നു. കണ്ട ഇനി അവൻ അടിക്കാൻ ചാൻസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അവൻ്റെ നല്ലോണം നൊന്നിട്ടുണ്ടാവും. ചേർമീനായിരുന്നു. ഇല്ല അവിടെ വീണ്ടും പൊങ്ങിയത്. ആ മാക്കാന്തവള ഇവിടെ കയറി വന്നിട്ടുണ്ട് അരികിൽ. താണ്ടിരിക്കണം മാക്കാന്തവള. ചേർമീൻ വെട്ടിയ പാടായിരുന്ന കണ്ടതല്ലേ നമ്മൾ. ആ ചേർമീൻ ഇതിനകത്തുണ്ട്. പക്ഷെ അപ്പുറത്തൊക്കെ മറിഞ്ഞ പാട് കാണുന്നുണ്ട്. പക്ഷെ അപ്പുറത്ത് മറിഞ്ഞാക്കണത് വരാലല്ല, പക്ഷേ അത് എന്തോ പാലാങ്കണ്ണി എന്തോ മറിഞ്ഞ് പായൽ മറിയാക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെയൊക്കെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ പായൽ മാറി കിടക്കണതായിട്ടത് ആ ഭാഗത്തൊക്കെ ഉണ്ട്. ചുള്ളിയുടെ നടുക്ക് വലിയ അടിച്ച്
ചേടാ സ്ട്രൈക്ക് വന്നിട്ട് പോയി ഉണ്ട്. അപ്പോൾ ആയിൽ മാറി കിടക്കുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഇത് മറിഞ്ഞാക്കണ പാടാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മച്ചാൻ വരെ അതുപോലെ ഹെവി സാധനം പറഞ്ഞാൽ അടിച്ചത്. അപ്പോൾ അവനെ ഒന്നുകൂടെ നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. കറക്റ്റ് അവിടെ തന്നെ ചെന്നിട്ടുണ്ട്. അയ്യോടാ പിന്നെ അടിച്ചില്ല കേട്ടാ. ഇതിൻ്റെ മറ്റേവന്തി ഇവിടെ വീണ്ടും പൊങ്ങി കേട്ടാ. പക്ഷെ നമുക്ക് ആ കാസ്റ്റ് ചെയ്തിപ്പോൾ സ്ട്രൈക്ക് ചെയ്തവനെ നോക്കാം. അയ്യോ അയ്യോ അതും മിസ്സായല്ല. ചൂടാ നല്ല കിണ്ണം സാധനം ചേർമീൻ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടത്. ഷോ മിസ്സായി. അടുത്ത ഹെവി സാധനം മിസ്സായി. ഇല്ല അടിച്ചാണ്ട് പാലാങ്ങ ഫോളോ ചെയ്യണുണ്ട് കേട്ടോ. ഇവിടെ ആ ബ്രാലായിരുന്നടാ പോയി. മച്ചാനെ ഇവിടെ ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് ഇട്ടതാട്ടാ. അട്ടിച്ചിട്ടുണ്ട്. എന്ത് മീനാന്ന് കണ്ടില്ല. വരാലാണ് ചേറുമീനാട്ടാ. ചേറുമീനാണ് ശരിക്കും പറഞ്ഞതേ. പരുത്തിയുടെ മേളിൽ നിന്ന് ജസ്റ്റ് ഇട്ടതാണ്. ക്യാമറ ഓൺ ചെയ്യാനും വിട്ടുപോയി. ചേറുമീൻ്റെ ചെറുതാണല്ലോ. അങ്ങോട്ട് കൊമ്പുണ്ടെന്ന് തോന്നണല്ലേ. വിട്ട് പോകുമെന്നുള്ളത് അറിയില്ല. ആടാ അവിടെ നിന്ന് ഇങ്ങോട്ട് ലിഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇത് കണ്ട ഈ 1 കിലോ ചേർമീൻ നമുക്ക് പൊങ്ങി വന്നാൽ കണ്ട 1 kg ചേർമീൻ അതെ നമ്മുടെ സ്റ്റിക്കിൽ ലൈവ് പൊങ്ങണുണ്ട്. പക്ഷെ അധികം പൊക്കി കളിക്കണ്ടേ. പിന്നെ ആ ചേർമീനെ സ്ട്രൈക്ക് ചെയ്യുന്നത് കിട്ടിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് അയ്യോ റിസ്കബിളി ആയിപ്പോയി. കാരണം തലയൊക്കെ ഹെഡ് മൗണ്ട് നമ്മുടെ മുട്ടണുണ്ട് മേളിൽ. അത് കാരണം അതിൻ്റെ സ്ട്രൈക്കും കാര്യം കിട്ടിയില്ലെന്ന് തോന്നുന്നു. അയ്യോടാ ക്യാമറ ഓൺ ആക്കാൻ പറ്റിയില്ല. ഇത് കണ്ട എൻ്റെ മേളിൽ നിന്നിട്ടുള്ള ഇടലായിരുന്നു. അതുകൊണ്ട് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വലിയ ഹെവി സൈസ് ചേർമീനല്ല കേട്ടോ. ഇതേപോലത്തെ ചേർമീനാണ്. അപ്പോൾ അവിടെ കിടന്ന് നമുക്ക് നേരത്തെ മിസ്സായത് കണ്ട. ഓർക്കാപ്പുറത്ത് ചേർമീൻ അടിക്കുകയും ചെയ്തു. അയ്യോടാ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ. ഷിറ്റ് കുഴപ്പമില്ല. എന്തായാലും നമുക്കൊരു നല്ലൊരു ചേർമീൻ കിട്ടുന്നുണ്ട്. ആ നല്ല അടിപൊളി കളറുള്ള ചെറുതാണ് കേട്ടോ. അധികം വലുതല്ല. ഏകദേശം ഒരു 1/2 കിലോ 3/4 കിലോ സൈസ് വരുവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം കണ്ടിട്ട് കേട്ടോ. നമ്മുടെ കയ്യിൻ്റെ അതേ മുട്ടിൻ്റെ ഉടം വരെ ഉണ്ടാകും ഏകദേശം. ഒരു 3/4 കിലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 600-700 ഗ്രാം കാണണം. 1/2 കിലോത്തിന് എന്തായാലും 3/4 കിലോ സൈസൊക്കെ ഉണ്ടാകും ഏകദേശം കേട്ടോ. ഹുക്ക് ഇതേ കറക്റ്റ് ആയിൽ ഒരു സൈഡിൽ ഒരു ഹുക്കായി കയറിയിട്ടുള്ളത്. കൊളുത്ത് മറിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനെ നന്നായിട്ട് കാണിച്ചാലേ ഇതാണ് മീൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചേർമീൻ. പക്ഷേ ചേർമീനെ കിട്ടിയപ്പോൾ സ്ട്രൈക്കും കാര്യങ്ങളും കിട്ടിയില്ല, വീഡിയോയും കിട്ടിയില്ല നമുക്ക്. പക്ഷെ നമുക്ക് എത്ര മീൻ കിട്ടി? 3 ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഇടുവാണ് കേട്ടോ. 3 മീനിനകത്ത് വരാലും ചേർമീനോട് 3 എണ്ണം കിട്ടി. 2 നമ്മൾ റിലീസ് ചെയ്തായിരുന്നു. ഓക്കെ അതെ നമ്മുടെ ഹുക്കൊന്ന് തിരിച്ചിട്ടേക്കാൻ ഞാൻ ഇഷ്ടടാ. കാരണം നല്ലോണം കാസ്റ്റ് ചെയ്ത് നമ്മുടെ അത്ര മീനൊക്കെ മിസ്സായതിൻ്റെ ഒരു സങ്കടത്തിൽ വന്ന കാരണം കണ്ട ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഇവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞപ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയ. ഓക്കെ എന്തായാലും ഇനി അങ്ങോട്ടൊക്കെ ഇതുണ്ട്. നല്ല കാട് പിടിച്ച് കിടക്കണം. എൻ്റെ ഉള്ളിലൊരു പഴയൊരു വീട്, പൊളിഞ്ഞൊരു വീടുണ്ട് കണ്ട. പണ്ട് ആൾക്ക് താമസിച്ചിട്ടുണ്ടെന്ന് വെച്ചൊരു വീടായിരുന്നു തോന്നുന്നു കേട്ടോ. നല്ല വീട് എന്തായാലും നല്ല വലിയൊരു വീടായിരുന്നു കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ലൊരു വലിയൊരു വീടാണത്. ഇവിടെ പുറത്ത് ബാത്റൂം, ഇവിടെ ചെറിയൊരു കോലായി ഒക്കെ ഉള്ള വലിയ റൂം, വലിയ വീടാണ് കേട്ടോ. ഒരു 3-4 മുറിയുള്ളൊരു വലിയ വീടായിരുന്നു. ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ട ഒരു ചിമ്മിനി എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കള ഭാഗമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ അടുപ്പൊക്കെ എത്തിച്ചുമ്പോൾ പുകയൊക്കെ പോകാനുള്ള സംഭവമാണ് ഈ കാണുന്നത്. വലിയൊരു വീടാണ്. ഇടിഞ്ഞു പൊളിഞ്ഞൊരു വലിയ കാടിനകത്ത് വലിയൊരു വീട്. എൻ്റെ മോനെ ഇനിയുള്ളത് ഈ ഒരു കുളമാണ്. നമ്മളത് ഈ കുളത്തിൻ്റെ പുറത്ത് ഭാഗത്ത് നിന്നാണ് 2 ചേറുമീനാണ്. അത് വലിയൊരു വരാൽ 2 അടിച്ചിട്ട് പോയി നമുക്ക്. അപ്പോൾ എന്തായാലും അവന്മാർ ഈ കുളത്തിനകത്ത് കയറിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതിനകത്ത് സ്ട്രൈക്ക് ചെയ്യണ സൗണ്ട് കേട്ടായിരുന്നു കേട്ടോ.
എന്നാലും നമുക്ക് ഇതിനകത്ത് അടിച്ച് നോക്കാം, ഉണ്ടെങ്കിൽ അമ്മ അടിക്കും. നമുക്ക് ഇട്ട് കാഴ്ചയുള്ള ദൂരമുള്ളൂ കേട്ടോ, വലിയ ദൂരമൊന്നും ഇല്ല. കണ്ട നമുക്ക് ഇട്ട അവിടെ അറ്റം വരെ എത്തും, അത് കാരണം എറിയേണ്ട കാര്യമില്ല. ഇത് കാണാൻ അറിയാമല്ലോ, 2 പ്രാവശ്യം വന്ന് പതിയെ കറങ്ങിയിട്ട് പോയി അവിടം വരെ. അടിച്ചു കേട്ടാ, അടിച്ച് മോനെ. അങ്ങനെ നമുക്കത് ആ കുഞ്ഞ് കുളത്തിൽ നിന്ന് ഒരു വരാലിനെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇവിടെ വരാൽ ചൂണ്ടയിൽ നിന്ന് വിട്ട് മാറിയെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല ഉണ്ട്, വായി തന്നെ ഹുക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിട്ട് പോവുകയല്ല, നമ്മൾ ഗ്രിപ്പറൊന്നും എടുത്തേട്ടെ. ഇതിനകത്ത് ചേറുമീനൊക്കെ കിടക്കുന്ന കാരണം ഗ്രിപ്പർ എടുക്കാൻ ഇച്ചിരി പണിയായിപ്പോൾ. കൊളുത്ത് വെട്ടിക്കളയില്ലടാ, ഫ്രോഗിന് വിഴുങ്ങി വിളിച്ചേക്കണല്ലേ. അടിപൊളി അതെ. അപ്പോൾ അതെ നമ്മുടെ അടുത്ത വരാൽ ഏകദേശം ഒരു 1/4 കിലോ സൈസൊക്കെ വരുന്നൊരു വരാൽ കേട്ടോ. അടിപൊളി വരാലാണ്. നമ്മൾ 2-3 പ്രാവശ്യം ഇട്ട് വലിച്ച് കഴിഞ്ഞപ്പോഴാണ് അരിക്കുന്നൊന്ന് സ്ട്രൈക്ക് ചെയ്ത്. രണ്ടാമത്തെ സ്ട്രൈക്കിന് അവൻ കയറി. 4 കിലോട്ടാണ് കേട്ടോ എൻ്റെ ഹുക്ക് കയറിയിരിക്കുന്നത്. എത്രത്തോളം ഇതായിട്ട് പോരുമെന്നുള്ളതറിയില്ല. ഇനിങ്ങനെ പിടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊരാൻ പറ്റില്ല. ഞാൻ മീനൊന്ന് കാണിക്കാം കേട്ടോ. അത്യാവശ്യം ഒരു 1/4 കിലോ സൈസ് വരുന്ന വരാനാണ്. അപ്പോൾ നമുക്ക് പതുക്കെ ഹുക്ക് ഊരി എടുത്തിട്ട് ഇവനെ സഞ്ചിക്കകത്തേക്ക് തന്നെ എടുത്തിടാം കേട്ടോ. ഒന്നുകൂടെ കാസ്റ്റ് നോക്കാം, കാരണം ഇതിനകത്ത് നല്ല സ്ട്രൈക്കിംഗ് സൗണ്ട് കേട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ മീൻ കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇത് തന്നെ വേണമെന്നറിയില്ല. എന്തായാലും നമുക്ക് ഇവനെ ഹുക്ക് ഊരി എടുത്തിട്ട് ഇവനെ സഞ്ചിക്കകത്തിട്ട് വീണ്ടും ഒന്ന് കാസ്റ്റ് നോക്കാം. ഓക്കേ, അതെ അടിച്ച് വീണ്ടും. വാ, അടിപൊളി. അടുത്തത് അത് ആ സൈഡിൽ നിന്ന് തന്നെ കേട്ടോ. ഒയ്യോടാ, മിസ്സായി. ഇപ്പം ഞാൻ അധികം പവർ കൊടുക്കാതെ എടുത്തത്. മുഴുത്ത വരാലായിരുന്നു കേട്ടോ. പക്ഷേ മിസ്സായി. എന്ത് ചെയ്യാ, സ്ട്രൈക്കിംഗ് സൗണ്ട് കേട്ടാറുണ്ട്. ഞാൻ ഇവിടെ തന്നെ വീണ്ടും വിട്ടിട്ട് നോക്കിയാണ്. ഈ പുല്ല് പിടിച്ചിരിക്കുന്ന സൈഡിലുള്ളത്, ഈ ഓപ്പൺ സൈഡിലേക്കില്ല കേട്ടോ സാധനമൊന്നും. അതിൻ്റെ അടിയിലൊക്കെ നെട്ട് വലിക്കാനായിട്ടായിരുന്നു നോക്കിയത്, പക്ഷേ സമ്മതിക്കില്ല അവിടെ. എൻ്റെ മോനെ ഇല്ല, പോയി ചുറ്റി കേട്ടാണ്. മരക്കൊമ്പിപ്പോൾ ചുറ്റി കയറിയെടുക്കേണ്ടി വരും. ഓക്കെ, കയറട്ടെ. അപ്പോൾ അതെ നമ്മൾ ചൂണ്ട അവിടെ നിന്ന് പൊട്ടിച്ചാണ് കേട്ടോ ചൂണ്ട എടുത്ത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹുക്കിൻ്റെ ഈ സ്പിന്നറിൻ്റെ ഈ നൂലൊക്കെ ഇച്ചിരി നീണ്ടു പോന്നിട്ടുണ്ട്. അവിടെ ഉടക്കിയത് കൊണ്ടായിരിക്കാം. ജസ്റ്റ് മടക്കി വെച്ചാൽ മതിയായിരിക്കും നമുക്ക്. നിങ്ങൾ ഓക്കെ, സ്പിന്നറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതേ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് മിക്കവാറും നമ്മൾ ഇതേപോലത്തെ അരികത്തൊക്കെ വന്ന് കാസ്റ്റിങ് ചെയ്യുമ്പോൾ അരികത്തൊക്കെ വന്ന് സാധനം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും ഹുക്കപ്പ് കൊടുക്കുമ്പോൾ മിസ്സായി കഴിഞ്ഞാൽ മീൻ സംഭവിക്കാറുള്ള പോലെ തന്നെ നമുക്കും പണി കിട്ടിയത്. കാരണം അരികത്തൊക്കെ വന്ന് മീൻ സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾ ഹുക്കപ്പ് ചെയ്യുമ്പോൾ മീൻ കറക്റ്റായിട്ട് ഹുക്കപ്പ് ആയില്ലെന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ മീനിൻ്റെ ഫ്രോഗ് മാത്രം ഇങ്ങോട്ട് തെറിച്ച് പോരും. അപ്പോൾ മിക്കവാറും അരികത്തുള്ള മരത്തിലെ കൊമ്പില എവിടെയെങ്കിലേക്ക് ആയിരിക്കും കയറുന്നത്. ഇപ്പോൾ അത് തന്നെ നമുക്ക് സംഭവിച്ചത്. പക്ഷേ ആ മീൻ ഇതിനകത്ത് കിടന്ന് വെട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഫ്രോഗ് എടുക്കാൻ പോയ സമയത്ത് ഇല്ല വന്നതാണ് സാധനം. ഫോളോ ഉണ്ട്. അത് ഫോളോ ചെയ്ത് പിന്നെയും വരുന്നുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ നമുക്ക് ടൈമിങ് കിട്ടാൻ ചാൻസ് കുറവാണ്. സ്ട്രൈക്ക് ചെയ്താണ്ട എന്നിട്ട് നോക്കാം. ഇതേ അട്ടിച്ച സാധനം മോനെ അരികിൽ വന്നിന്ന് വെച്ചാൽ നമ്മുടെ ഇത് കണ്ട അമ്മ ഹെവി സാധനം കേട്ടാ. ഇത് കിട്ടിയാലും എനിക്ക് തോന്നുന്നത് ഏറ്റവും വലുതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല അടിപൊളി വരാലിത്. വാ, കലക്കൻ. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യണ സൗണ്ട് കേട്ട് നമ്മൾ വന്നത് വെറുതെ ഇല്ല കേട്ടോ. ഇവിടെ കുറേ നേരോട്ട് അവനിട്ട് പറ്റിക്കുവാണ്. ദേ അവനെ കിട്ടി കേട്ടാ. നമ്മുടെ ഒന്നും പറയാനുള്ളത്, ഒരു ഹുക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഒറ്റ ഹുക്കാണ് കയറിയിരിക്കുന്നത്. അതെങ്ങനെയാണ് കയറിയാക്കുന്നൊരു കിട്ടുന്നില്ല. നല്ല ഹുക്കപ്പാണ് കയറിയിരിക്കുന്നത്. ഹുക്ക് ഊരി പോന്നിട്ടുണ്ട്. സ്പിന്നർ പൊട്ടിപ്പോ കേട്ടാ.
സ്പിന്നർ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. സ്പിന്നർ പോയിട്ടുണ്ട് നമ്മുടെ. അതെ വരാലിനെ കാണിച്ചാൽ ഏകദേശം ഒരു 300-350 ഗ്രാം സൈസ് വരുന്ന വരാൽ. നാടൻ വരാൽ തന്നെയാണ് കേട്ടോ. ചെറിയ ചെറിയ വയറിന് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട്. ഇത് കണ്ട പാട് കണ്ട പരിക്കുകളുള്ള വരാലാണ്. ഓക്കെ കണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഫ്രോഗിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഹുക്കപ്പ് ചെയ്ത് പൊക്കിയെടുക്കുന്ന സമയത്ത് ഒരു സാധനം തെറിച്ച് പോകുന്നത് കണ്ട് അത് കരയിലോട്ടാണ് വീണത്. പക്ഷേ നമുക്കിവിടെ നോക്കിയെടുക്കാണ്ട് നിവർത്തിയില്ല കേട്ടോ. സ്പിന്നർ നമുക്ക് സെപ്പറേറ്റ് ഇനി ഇരിപ്പുണ്ട്. നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം സ്പിന്നർ, അത് കുഴപ്പമില്ല. ഓക്കെ അപ്പോൾ അതെ സ്പിന്നർ പോയിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. നമുക്ക് ഇത് വെച്ച് നമുക്ക് മീനെ പിടിക്കാം അടുത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വരാലിനെ കൂടെ നമ്മുടെ സഞ്ചിക്കകത്തേക്ക് എടുത്തിടാം കേട്ടോ. കാരണം എന്താണെങ്കിലും ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. ചേർമീനുണ്ട്, വരാലുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ 5-ാമത്തെ വരാൽ. ഇതിനകത്ത് തന്നെ 4 ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ 4-5 കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടാം, കെട്ടി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇവന്മാർ ചാടുന്നുണ്ട് ശരിക്കും. അതുകൊണ്ട് കെട്ടി വെക്കുവാണ്. ഇതിനകത്തുനിന്ന് സാധനം താഴെ വീണ് കഴിഞ്ഞാൽ പണിയാം. നമുക്ക് സ്പിന്നർ ഒരെണ്ണം കെട്ടിയിട്ട് അടുത്ത കാസ്റ്റ് ചെയ്യാം കേട്ടോ. സ്പിന്നർ നമ്മുടെ ബാഗിലുണ്ടെന്ന് തോന്നുന്നു, നോക്കിയിട്ടെടുക്കാം. അപ്പോൾ അതെ താൽക്കാലിക സ്പിന്നർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ സെപ്പറേറ്റ് 2-3 കിടപ്പുണ്ടായിരുന്നു സ്പിന്നർ. അതിൽ ഒരു സ്പിന്നർ അത്യാവശ്യം എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ സ്പിന്നറിൻ്റെ അത്ര കട്ടിയൊന്നും ഇല്ല കേട്ടോ ഇതിന്. നേരത്തെ സ്പിന്നർ ഇച്ചിരി കട്ടി ഉണ്ടായിരുന്നു, ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഇതിട്ടിട്ട് ഒന്നുകൂടെ ഈ കുളത്തിലൊന്ന് വലിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകട്ടെ. ഇതേ അടുത്തടിച്ച് എൻ്റെ മോനെ കൊമ്പൻ സാധനമോ. എൻ്റെ മോനെ പുതിയ സ്പിന്നർ കെട്ടിയിട്ട് ഫസ്റ്റ് എറിയാനും സാധനം കയറി അടിച്ചാൽ നോക്കി. ഹെവി സാധനം. എൻ്റെ മോനെ ഇതേപോലത്തെ സാധനം ഇരുന്ന് കേട്ടോ. നമുക്ക് അപ്പുറത്തുനിന്ന് പോയി ചേർമീനായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലത്തെ ഹെവി സാധനമാണ് നമുക്ക് അവിടെ നിന്ന് മിസ്സായത്. എൻ്റെ മോനെ ഇത് വളർത്ത് വരാനാണ്. വിയറ്റ്നാം വരാലിനെ പോലെ യെല്ലോ ഉണ്ടെങ്കിലും കൂടുതൽ വൈറ്റ് പോലത്തെ ഒരു ഷെയ്ഡ് കളർ എനിക്ക് തോന്നുന്നു. കണ്ടേ വിയറ്റ്നാം വരാലെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ പുറത്തൊരു കളറൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും ഇതിനെ എനിക്ക് തിരിച്ചറിയാനായിട്ട് കറക്റ്റ് അറിയില്ല. എനിക്ക് തോന്നണം അതുപോലെയൊക്കെ തോന്നുന്നു കണ്ടോ. പക്ഷെ ഇവിടേക്ക് ഇതിങ്ങനെ വന്നെന്നുള്ളത് അറിയില്ല. അതെ നമ്മുടെ സ്പിന്നർ പുതിയത് ഹുക്ക് നല്ല അടിപൊളിയായിട്ട് കയറിയോണ്ട് തന്നെ മിസ്സാവാൻ കേട്ടത്. നമ്മൾ പുതിയ സ്പിന്നർ ഇട്ടത് ഏകദേശം ഒരു 1/2 കിലോ പ്ലസ് വരുന്നൊരു വരാലാട്ടോ. അടിപൊളി സാധനം. ഇപ്പോൾ കിട്ടിയ ഏറ്റവും വലുതാണ് കേട്ടോ. ഇന്ന് കുശാല് മീൻ പിടുത്തമല്ല. നമ്മുടെ ഫ്രോഗ് വന്നിട്ട് ആ ഒറ്റ ഫ്രോഗിൽ അടിച്ചാൽ മീനാണ് കേട്ടോ. ഇത് മൊത്തം മീൻ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം നമുക്ക്. നമ്മൾ 2 റിലീസ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് കിട്ടിയ മീനാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു വരാലാണ് ഇപ്പോൾ കിട്ടിയത്. ഓക്കെ കുളത്തിലപ്പോൾ വരാലുണ്ടായിട്ട് ഇവന്മാരെവിടെ ഒളിച്ച് നിൽക്കിയിരുന്നു. ഞാൻ ഏകദേശം ഒരു 10-25 കാസ്റ്റോളം ചെയ്തിട്ട് ആണ് ഇപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു 2-3 മീൻ ഇപ്പം അടിച്ചത്. നമ്മൾ പോരുന്ന വഴിക്കുള്ള കാസ്റ്റിംഗ് ആണ് കേട്ടോ ഇതൊക്കെ. റിട്ടേൺ പോരുമ്പോഴുള്ള കാസ്റ്റിംഗ്. ഇതിൽ എവിടെയെങ്കിലും നിന്നൊക്കെ നമുക്ക് ഒരെണ്ണം കിട്ടിയാൽ കിട്ടി കഴിഞ്ഞ്. അപ്പോൾ അതെ നമുക്ക് നേരെ നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് ചെല്ലുക. അവിടെ നിന്ന് അടിച്ച് ഓയ്യോ അടിച്ച് വാ നിർത്താലാന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഒരുത്തനെ അടിച്ചു കേട്ടോ. അധികം വലിയ ഹെവിയൊന്നും അല്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു വരാൽ തന്നെ, കുഴപ്പമില്ല. നമുക്കിത് ഈ സ്പോട്ടിൽ നിന്ന് 2 വരാലായി കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കളർ നോക്കിയിട്ടുണ്ട്. ഇത് നോക്കിയിട്ടുണ്ട്. ആഫ്രിക്കൻ വരാല. എന്നാ കളറെന്ന് നോക്കി നല്ല രസം കാണാൻ കേട്ടോ. വരത് ആഫ്രിക്കൻ വരാലിനെ പോലെ ഇരിക്കണം കണ്ടിട്ട്. ഇവിടെ നിന്ന് ഒരു കളർ, ഇവിടെ ഒരു കളർ, ഇവിടെ ഒരു കളർ, ഇവിടെ വേറെ വൈറ്റ് ബ്ലാക്ക് 3 കളറോളം കോമ്പിനേഷൻ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ കേട്ടത്. കണ്ടാ സൂപ്പർ കളറാണ്, അടിപൊളി. ഫ്രോഗ് നല്ല അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട് വായിൽ. എൻ്റെ എന്തായാലും നമുക്ക് സഞ്ചി തുറന്ന് അതിനകത്തേക്ക് ഇടാം. കണ്ടല്ലേ വരാനല്ലേ, കണ്ടല്ലേ. ഓക്കെ എവിടെ പായലെന്ത് സാധനം കുത്തണം. തിലോപ്പി അവിടെ നിന്ന് അടിച്ചറ ഒരെണ്ണം അടിച്ച്. വെരി ഗുഡ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ വിളിച്ചിരിക്കണിരുന്നത്. അവനെ പോക്കിയിട്ടുണ്ട്. കുറച്ച് നേരം കാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഒരെണ്ണം കിട്ടിയത് കേട്ടോ. അതാണ് ഇവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഒരെണ്ണം കിട്ടണമായിരുന്നു. ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഒരു വരാലാണ്. ഓക്കെ ഇത് കണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാലുണ്ട്. നമ്മുടെ ഗ്രിപ്പറിനേക്കാൾ ഇച്ചിരി കൂടെ വലുതാണ്.
അപ്പോൾ ഓക്കെ കേസ് ഇത് നിർത്തുവാണ് കേട്ടോ. ഞാൻ കൂടുതൽ കാസ്റ്റ് ചെയ്യുന്നില്ല. ഈ മീൻ ഇതിനകത്ത് സഞ്ചി ചെറുതായതുകൊണ്ട് മീനകത്ത് ഞെരുങ്ങിപ്പോവും. അപ്പോൾ അതെ ഞാൻ കിട്ടിയേക്കണ മീനെല്ലാം ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, മീനൊന്ന് കാണിക്കും മുമ്പ് ഞാൻ ഒറ്റ മിനിറ്റ്. അപ്പോൾ വെച്ചാൽ നമ്മൾ പിടിച്ചിരിക്കുന്ന മീനൊക്കെ ഉണ്ടത് നമ്മളിപ്പോൾ പിടിച്ച ലാസ്റ്റ് പിടിച്ച മീനും ഇപ്പോൾ ഇതുവരെ കിട്ടിയിരിക്കുന്ന മീനുകളെല്ലാം കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നന്നായിട്ടുണ്ട്, ഒരു അടിപൊളി ഫിഷിംഗ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നോക്കുന്നത് വാ എത്ര മീനാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചാകരയാണ് മീൻ. സഞ്ചിക്കകത്ത് കിടന്നിട്ട് ആകെ മീൻ ഭയങ്കര ഡോഞ്ചായിപ്പോട്ടെ. എല്ലാം വെറുതെ ഇത് കണ്ടു. ഇന്ന് എത്ര മീനാണ് നോക്കി കിട്ടിയിരിക്കുന്നത് നോക്കിട്ടോ. നല്ല അടിപൊളി ഫിഷിങ്, ഐസ്. എന്തായാലും നല്ല കലക്കനായിരുന്നു കേട്ടോ ഇന്നത്തെ ഫിഷിങ്. കാരണം ഒരു ചേറുമീനുണ്ട്, 1 2 3 4 5 6 7 8 വരാലാണ്, നാടൻ വരാൽ. കിട്ടുവായി ഇപ്പോൾ നമ്മുടെ ഫിഷിങ് ഇന്നത്തെ. എന്തായാലും നമ്മുടെ ഫിഷ് ഇന്ന് മീനടിച്ച ഫ്രോഗ് കണ്ടില്ല നമ്മുടെ, ഇത് കണ്ട, ഇതാണ് ഫ്രോഗ്, നമ്മുടെ ലൂണ ഫ്രോഗ് കേട്ടോ. ബ്രാവോടെ ലൂണ എന്ന് പറഞ്ഞ ഫ്രോഗാണ്. ഇതാണത്. ഇത് ഞാനത് ഒരു അൺബോക്സിങ് കാര്യങ്ങൾ കാണിക്കാൻ വേറെ ഒന്നും കൊണ്ടല്ല. ഇത് പലരും ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവരും ഇപ്പോൾ ഉപയോഗിച്ച് അത്യാവശ്യം മാർക്കറ്റിൽ കുറേ നാളായിട്ട് ഇറങ്ങിയൊരു ഫ്രോഗാണ്. പിന്നെ നമുക്കിന്നൊരു ഫ്രോഗ് ഇല്ലാഞ്ഞ കാരണം ഞാൻ ഇന്നലെ പോയി വാങ്ങിച്ചതാണ് ഈ ഫ്രോഗ്. അപ്പോൾ ഇന്നത്തെ ഫിഷിങ്ങിന് വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെയല്ല, സാധനം നല്ല അടിപൊളിയായിട്ട് മീൻ കിട്ടിയിട്ടുണ്ടല്ലോ. സൂപ്പർ ഫ്രോഗാണ് കണ്ടല്ലോ. ആ ഫ്രോഗിൽ കിട്ടിയ മീനാണ്, ഇത്ര മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗെയ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 മീനെ നമ്മൾ വിട്ടിട്ടുണ്ട്. 2 മീനെ വിട്ട് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഇത്രയും മീൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് വെള്ളം തെറിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ ഫിഷിങ് നമുക്ക് ഏകദേശം ഇപ്പോൾ 8 മീൻ, ഒരു ചേർമീൻ കിട്ടുന്നുണ്ട്. ചേർമീൻ്റെ മാത്രം നമുക്ക് എടുക്കാൻ പറ്റാതെ പോയുള്ളൂ. പക്ഷേ ചേർമീൻ 2 നമുക്ക് മിസ്സാകുകയും ചെയ്തു. ചെറിയ സൈസാണ് ചേർമീൻ കിടക്കട്ടെ, വലിയ ഹെവി ഒന്നും അല്ല. ഏകദേശം 1 കിലോ 1.5 കിലോ ഒക്കെ മാക്സിമം ഉള്ളു. അതിന് വലുതുണ്ടാകുന്ന അറിയില്ല. ഇപ്പോൾ മിസ്സായതിൽ ഒരെണ്ണം നമുക്ക് 1 കിലോ, ഒരു 1 കിലോ ഉള്ള അടുത്താണ് 2 ഏകദേശം പോയേക്കണം. ഇത് ഏകദേശം ഒരു 3/4 കിലോ സൈസ് റേഞ്ച് വരുന്നുണ്ട്. അപ്പം ഈ അടുത്തെങ്ങാനും തന്നെ പാർപ്പ് സെറ്റ് വലുതായിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കണം ആ ഒരു റേഞ്ചിൽ തന്നെയുള്ള ചേർമീൻ നമുക്ക് അടിച്ചത്. ചിലപ്പോൾ അതിൻ്റെ തള്ള ഇവിടെ ഉണ്ടാകുമായിരിക്കും കേട്ടോ. അപ്പോൾ തള്ള ചിലപ്പോൾ ഇച്ചിരി ഹെവി ആയിരിക്കണം. അപ്പോൾ നമുക്ക് 3 മിസ്സായത് 2 മിസ്സായത് 2 അത്യാവശ്യം വലുതായിരുന്നു, 1 കിലോ എന്തായിപ്പോൾ. ഇപ്പോൾ ഇത് കിട്ടിയാൽ 3/4 കിലോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ എല്ലാത്തിൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഇന്ന് ഫിഷിങ് നിർത്തുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ സ്നേക്കിഡ് ഫിഷിങ്ങിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് പേര് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഇത് ചേഞ്ച് ചെയ്തത്. കൂടുതലും സ്ലിംഗ് ഷോട്ടും ക്രോസ് ബോയ്ക്കാണ്. ക്രോസ് ബോ റെഡി ആയിട്ടില്ല. ക്രോസ് ബോയുടെ ഒരു സാധനം കൂടെ എത്താനുണ്ട്, അത് എത്തിയിട്ടുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ക്രോസ് ബോർഡ് ഞാൻ അടുത്ത് തന്നെ വരുന്നുണ്ട് അവിടെ ഫിഷിങ്. അപ്പോൾ എന്തായാലും നമ്മൾ സ്നേക്കിഡ് ഫിഷിംഗ് ഇന്ന് ആവശ്യമാണെന്ന് പറഞ്ഞ കാരണം പലരും കമൻറ്റ് ചെയ്താക്കൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ സ്നേക്കിഡിൻ്റെ ഫിഷിങ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബൈക്ക് കാസ്റ്റ് എടുത്തിട്ട് ആദ്യമായിട്ടാണ് ഇത്രയധികം മീൻ കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ചേർമീൻ കിട്ടിയായിരുന്നു, ഒരു 4 വരാൽ. 4 വരാന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വരാലാണ് കിട്ടിയത്. ഏകദേശം 1/2 കിലോ 3/4 കിലോ സൈസ് വരുന്ന വരാലായിരുന്നു അന്ന് കിട്ടിയത്. ഒരു 4 എണ്ണത്തോളം കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഷോട്ട് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം എല്ലാവരും പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.